നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളെ കുറിച്ചാണ്. കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങൾ. ഞാനിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഈ ക്വസ്റ്റ്യൻസ് ഏവർക്കും കാണാവുന്നതാണ്, കേട്ടു പഠിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് യൂസ്ഫുൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു ദാനം എന്തേ ഉള്ളൂ, അത് അറിവിൻ്റെ ദാനമേ ഉള്ളൂ. ചെറിയ അറിവുകൾ, നമ്മളുള്ള ചെറിയ അറിവുകൾ ദാനം ചെയ്യുക എന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വീഡിയോ ഷെയർ ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. നമ്മളുള്ള ചെറിയ അറിവ് വേറൊരു വ്യക്തികളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അതെന്താണ്, അത് വളരെ വലിയൊരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് വീഡിയോ ഷെയർ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ക്വസ്റ്റിലേക്കാണ്. അപ്പോൾ നമ്മൾ കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളെ കുറിച്ച് പറയുകയാണ്. കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് ഇരവികുളം ദേശീയോദ്യാനം. ഇരവികുളം ദേശീയോദ്യാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ്. ലാർജസ്റ്റ് നാഷണൽ പാർക്ക് ഓഫ് കേരള. ആൻസർ ഇരവികുളം നാഷണൽ പാർക്ക്. ഇരവികുളം നാഷണൽ പാർക്ക് ഏത് ജില്ലയിലാണ്? ഇരവികുളം നാഷണൽ പാർക്ക് ലൊക്കേറ്റഡ് അറ്റ് ഇടുക്കി ഡിസ്ട്രിക്റ്റ്. ഇരവികുളം നാഷണൽ പാർക്ക് എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ഇരവികുളം നാഷണൽ പാർക്കിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിൽ ഏറ്റവും ഉയരത്തിലായിട്ടുള്ള ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ്. ഹയസ്റ്റ് നാഷണൽ പാർക്ക് ഓഫ് കേരള. ഹയസ്റ്റ് നാഷണൽ പാർക്ക് ഓഫ് കേരള. ആൻസർ എന്താണ്? ആൻസർ ഇരവികുളം നാഷണൽ പാർക്ക്. ഇരവികുളം നാഷണൽ പാർക്ക്. അതുപോലെ പറയുകയാണെങ്കിൽ ഇരവികുളം നാഷണൽ ദേശീയോദ്യാനത്തിലെ സംരക്ഷണ മൃഗം ഏതാണ്? വരയാട്. ഏതാണ്? വരയാട്. നീലഗിരി താർ എന്ന് പറയുന്നത് വരയാട്. അപ്പം പ്രൊട്ടക്റ്റിംഗ് അനിമൽ ഓഫ് ഇരവികുളം നാഷണൽ പാർക്ക്. ആൻസർ എന്താണ്? വരയാട് കേട്ടോ. നീലഗിരി താർ എന്ന് പറയും കേട്ടോ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇരവികുളം ദേശീയോദ്യാനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇരവികുളം ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം എന്നാണ്? 1978. 1978 ഇരവികുളത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു കേട്ടോ. നമ്മൾ ഇരവികുളം ദേശീയോദ്യാനത്തെ കുറിച്ച് പറഞ്ഞു. അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. ഡിസ്ട്രിക്റ്റ് ഇടുക്കി ഹാസ് മോസ്റ്റ് നമ്പർ ഓഫ് നാഷണൽ പാർക്സ്. അതുപോലെ തന്നെ നമ്മൾ ഇനി പറയുന്നത് പാമ്പാടുംചോല ദേശീയോദ്യാനത്തെ കുറിച്ച്. പാമ്പാടുംചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ല. പാമ്പാടുംചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഇടുക്കിയിലാണ്. പാമ്പാടുംചോല നാഷണൽ പാർക്ക് സിറ്റുവേറ്റഡ് അറ്റ് ഇടുക്കി ഡിസ്ട്രിക്റ്റ്. ഇടുക്കി ജില്ലയിലാണ്. അതുപോലെ പാമ്പാടുംചോല ദേശീയോദ്യാനം വർഷം എന്നാണ്? 2003 പാമ്പാടുംചോല നാഷണൽ പാർക്ക് ഇയർ 2003 ആണ്. 2003 ആണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടുംചോല ദേശീയോദ്യാനമാണ്. സ്മാളസ്റ്റ് നാഷണൽ പാർക്ക് ഓഫ് കേരള. ആൻസർ എന്താണ്? പാമ്പാടുംചോല നാഷണൽ പാർക്ക്. പാമ്പാടുംചോല നാഷണൽ പാർക്ക് അതവിടെ സ്ഥിതി ചെയ്യുന്നു, ഇടുക്കിയാണ്. ആനമുടി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആനമുടി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. ആനമുടി നാഷണൽ പാർക്ക്. ആനമുടിച്ചോല നാഷണൽ പാർക്ക് എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ല കേട്ടോ. അതുപോലെ ആനമുടിച്ചോല വർഷം എന്നാണ്? ആനമുടിച്ചോല ദേശീയോദ്യാനമായ വർഷം 2003 എന്നാണ്. 2003. അതുപോലെ തന്നെ ഇടുക്കി എന്ന് പറയുമ്പോൾ ഇടുക്കിയിലെ ഫ്ലവർ ഷോ എന്താണ്? വളരെ വേൾഡ് ഫേമസ് ആണ്. ഫ്ലവർ ഷോയ്ക്ക് വളരെ പേരുകേട്ട ഒരു സ്ഥലമാണ് ഇടുക്കി. ഇടുക്കിയിലെ ഫ്ലവർ ഷോ വളരെ ഫേമസ് ആണ്, വേൾഡ് ഫേമസ് ആണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇനി നമ്മൾ പറയുന്നത് എന്താണ്? അതുപോലെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉള്ള ഒരു ജില്ല കൂടിയാണ് ഇടുക്കിയാണ്. ഇടുക്കിയിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ മലനിരകൾ കൊണ്ട് സമൃദ്ധമായ ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്?
ഹയസ്റ്റ് പീക്ക് ഓഫ് കേരള. ആൻസർ എന്താണ്? ഹയസ്റ്റ് പീക്ക് ഓഫ് കേരള. ആൻസർ ആനമുടി. ആനമുടിയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയതാണ് ആനമുടിയാണ്. ആനമുടിയുടെ ഉയരം ചോദിച്ചാൽ 2695 മീറ്ററാണ് കേട്ടോ. 2695 മീറ്റർ ഹൈറ്റ് കേട്ടോ. ഹൈറ്റ് ഓഫ് ആനമുടി. ആനമുടി എത്രയാണ്? ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695. ഇവിടെ 2695 മീറ്ററാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്നത് സൈലന്റ് വാലിയെ കുറിച്ച് പറയുകയാണ്. സൈലന്റ് വാലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സൈലന്റ് വാലി കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലിയാണ്. സെക്കൻഡ് ലാർജസ്റ്റ് നാഷണൽ പാർക്ക് ഓഫ് കേരള. ആൻസർ എന്താണ്? സൈലന്റ് വാലി നാഷണൽ പാർക്ക്. സൈലന്റ് വാലി നാഷണൽ പാർക്ക്